ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യാസ് ഫാഷൻസ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഒരു ചുരിദാർ ഡിസൈനിങ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാട്ടോ ഇത്. എംബ്രോയ്ഡറി അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത് ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗോൾഡൻ കളർ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ച ചുരിദാറിലാട്ടോ ചെയ്യുന്നത്. ചുരിദാറിൻ്റെ സ്ലീവിൻ്റെ ഇവിടെ ഒരു ഗോൾഡൻ കളറിൻ്റെ ലേസ് ഉണ്ട് കേട്ടോ. ഇത് ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ വെച്ചതാണ്. ഇപ്പോൾ ഈ ഒരു ടോപ്പിലാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ ഗോൾഡൻ കളറിൻ്റെ ഈ ഒരു ഫാബ്രിക് പെയിൻറ്റും ഈ ഒരു ബ്രഷും എടുത്തിട്ടുണ്ട്. അപ്പോൾ 25 രൂപയാണ് കേട്ടോ ഈ പെയിൻറ്റിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇത് വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സ്ലീവിൽ ഇതേപോലെ 2 ലൈൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് മുട്ടിൻ്റെ മേലോട്ടേക്കുള്ള ഭാഗത്താട്ടോ സ്ലീവ് ലൈൻ കൊടുക്കുന്നത്. സ്ലീവിൻ്റെ മറ്റേ വശത്തും അതേപോലെ തന്നെ 2 ലൈൻ കൊടുക്കുക. എന്നിട്ട് ഓക്കെ, അപ്പോൾ 2 വശത്ത് ഞാൻ ഇതേപോലെ ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഈ ഒരു കോണായിട്ടുള്ള ഒരു ഷേപ്പിലാണ് ലൈൻ കൊടുത്തത്. ഇനി നമുക്ക് ഇതിൽ ഫാബ്രിക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ട് ഇതിൽ ഇതേപോലെ ഇങ്ങനെ ലൈൻ കൊടുക്കുക. ഈ വർക്കിൽ ഞാൻ സ്ലീവിനാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. സ്ലീവിൻ്റെ മുട്ടിൻ്റെ മേലോട്ടേക്കുള്ള ഭാഗം കുറച്ച് വർക്ക് ചെയ്യാണ്. ഒരു വശം പെയിൻറ്റ് ചെയ്തിട്ട് അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് മറുവശം ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ ഈ ലൈന് 2 കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിൻ്റെ താഴത്തൂടെ 2 ഡോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. ബ്രഷ് കൊണ്ടാകുമ്പോൾ കറക്റ്റ് ഡോട്ട് വരുന്നില്ല, പെൻസിലാകുമ്പോൾ കറക്റ്റായിട്ട് ഡോട്ട് കിട്ടുന്നുണ്ട്. അത് എന്നിട്ട് നമുക്ക് ഇതേപോലെ പെയിൻറ്റിൽ മുക്കിയിട്ട് 2 ഡോട്ടായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ താഴെ നമുക്ക് ഒരു ലീഫ് കൂടെ കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇങ്ങനെ 2 ഡോട്ട് ഇത് ഇട്ടിട്ട് ഈ 2 ലൈനും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലൈനും ഡോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഈ ഡോട്ടിൻ്റെ തൊട്ട് താഴായിട്ട് നമുക്ക് ഒരു കുഞ്ഞ് ലീഫ് കൊടുക്കാം. അപ്പം അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം. കുഞ്ഞു കുഞ്ഞു ഇലകൾ കൊടുത്തിട്ട് ഈ ഡിസൈൻ കംപ്ലീറ്റ് ആക്കാം. ഇപ്പോൾ 2 ലൈൻസ് കംപ്ലീറ്റ് ആയി ഞാൻ ചെയ്ത്. ഇനി നമുക്ക് ഇതിൻ്റെ മേൽഭാഗത്തും ഇതേപോലെ കുറച്ചുകൂടെ ഡിസൈൻ കൊടുത്തിട്ട് ഒന്ന് ആർഭാടാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, എവിടെയാണ് ഫ്ലവർ കൊടുക്കേണ്ടതെന്ന് അറിയാൻ. ഇനി ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ വീണ്ടും ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നടുവിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് അതിൻ്റെ ചുറ്റും 5 ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഫ്ലവറും പോലെ കുഞ്ഞു കുഞ്ഞ് ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് നമുക്കൊരു ലീഫും കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ, എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഫാബ്രിക് പെയിൻറ്റ് എന്തായാലും പോവില്ല കേട്ടോ, വാഷ് ചെയ്താലൊന്നും ഇത് പോവില്ല. ഇത് നമ്മൾ ഡ്രൈ ആയതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എത്ര വാഷ് ചെയ്താലും ഒന്നും ആവില്ല, അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് ബ്ലാക്ക് ഗോൾഡൻ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് കോമ്പിനേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനാണ്. അപ്പോൾ ബ്ലാക്കിൽ ഗോൾഡൻ കളർ എങ്ങനെ ചെയ്താലും ഭംഗി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഗോൾഡൻ കളർ ഷോൾ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫ്ലവറിന് കുഞ്ഞു കുഞ്ഞു ലീഫുകൾ കൊടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രഷ് എടുത്തിട്ട് ഞാൻ ചെറിയ ലീഫ് കൊടുക്കുന്നുണ്ട്.
സ്ലീവിൻ്റെ ഒരു വശം നമ്മൾ ചെയ്തിട്ട് ഡ്രൈ ആയതിന് ശേഷം മറ്റേ ഭാഗവും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നല്ല രസമുള്ളൊരു കോമ്പിനേഷനാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതേപോലെ തന്നെ നെക്കിന് ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.